ഞങ്ങളുടെയൊക്കെ സഹോദരന്മാർ എത്രയോ 10-16 സഹോദരന്മാരുടെ മരണപ്പെട്ടത് അത് ഈ ആന ആക്രമണം മൂലം. കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ഇറക്കാൻ പറ്റും, വിളവെടുക്കാൻ പറ്റില്ല. വിളവെടുക്കുന്ന കാട്ടുമൃഗങ്ങളാണ്. അപ്പം നമ്മൾ ഇത് 1 ഏക്കർ ഭൂമിൻ്റെ ഉടമസ്ഥന്മാരായതേ ഉള്ളൂ. നല്ല മണ്ണാണ്, കൃഷിക്ക് പറ്റിയ മണ്ണാണ്. 1 സെൻറ്റ് ഭൂമി പോലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള നമുക്കാണ് 1 ഏക്കർ ഭൂമി കിട്ടിയത്. അപ്പോൾ നമ്മൾ സന്തോഷിച്ചാണ്. പക്ഷേങ്കിൽ ഇത് ആ സന്തോഷം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം ഈ ആനശല്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കോടതി പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾ ഒരു ടാക്സേഴ്സ് എന്ന ഒരു സേനയാക്ക്, എന്നിട്ട് അവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കും. അങ്ങനെയാണ് ഈ ഒരു ലേബലിലേക്ക് എത്തിയത്. അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒത്തിരി കള്ളത്തരങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു. നമ്മുടെ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങളെല്ലാവരും എല്ലാ ബ്ലോക്കിലുള്ളവരും സജീവമായിട്ട് പ്രവർത്തിച്ചിട്ട് ഒത്തിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു. കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഇത് ബുദ്ധിമുട്ടുണ്ട്. അവരെ രക്ഷകർത്താക്കൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടെങ്കിൽ അവർ കുട്ടികൾ പോകും. പക്ഷേ കുട്ടികൾക്ക് അറിയില്ല, കളിച്ചിരിച്ച് നടക്കുന്ന കുട്ടികൾക്ക് അറിയില്ല എങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് മേന്മ എന്താണെന്ന് അറിയില്ല. ഇതിനു മുമ്പ് എൻ്റെ അറിവിൽ കേരളത്തിൽ അങ്ങനെ ആദ്യമായിട്ടാണ് തോന്നുന്നു സംഭവം. അതായത് നമ്മുടെ ഒരു പൊതുഗർജി കൊടുത്താൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആ ബെഞ്ചിൻ്റെ ജഡ്ജിമാർ തന്നെ നേരിട്ട് വന്ന് പ്രശ്നം നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി അവർ വന്ന് ആദ്യമായിട്ടാണ്. അതെ, അത് ഞങ്ങളുടെ ഒരു വിജയം തന്നെയാണ്. നമസ്കാരം, ഞാനിന്നുള്ളത് ആർളം ഫാമിലാണ്. ആർളം ഫാമിൽ നമ്മൾ പല പ്രാവശ്യം ആർളം ഫാമിനെ കുറിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾക്കറിയാം. വന്യമൃഗ പ്രശ്നം തന്നെയാണ്. അതായത് കാട്ടാനകൾ അതിരൂക്ഷമായി ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് ഈ ആർളം പ്രദേശം എന്ന് പറയുന്നത്. ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അതുപോലെ തന്നെ ആർളം ഫാം, അങ്ങനെ 2 ഡിവിഷനാണ് ഈ ആർളം പ്രദേശത്തുള്ളത്. അപ്പോൾ 10,000-3,500 കുടുംബങ്ങളെ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10,000-2,000 ആളുകളൊക്കെ ഉള്ളൂ ഇവിടെ, കുടുംബങ്ങളെ ഇവിടെ താമസിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഒരു പ്രദേശം വിട്ട് ഒഴിഞ്ഞ് പോയി. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ കാണുന്ന പല എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. കാട്ടാനശല്യം അതിരൂക്ഷമാണ്. പകലും രാത്രിയെന്നൊന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു പ്രദേശം തന്നെയാണ് ഈ ആർളം എന്ന് പറയുന്നത്. അത് ഇന്ന ഒരു ബ്ലോക്ക് എന്നല്ല, പല ബ്ലോക്കുകളുണ്ട് ഇവിടെ. എല്ലാ ബ്ലോക്കുകളിലും ഇതേ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ കാര്യം പോലും വളരെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ടാസ്ക് ഫോഴ്സ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് ഇപ്പോൾ അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന ഫലമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ആർളം സെറ്റിൽമെൻറ്റ് ഏരിയയിലും ഒക്കെ വന്നിട്ടുള്ളതെന്നും ഇനി വരാൻ പോകുന്നതെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കി കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആർളം പ്രദേശത്ത് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിരവധി കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി, അത് നല്ല കെട്ടിടങ്ങൾ പണി കഴിഞ്ഞിട്ട് ഒന്നും ഉപയോഗിക്കാതെ, ഒരു കാര്യത്തിനും പോലും ഉപയോഗിക്കാതെ, ആർക്കും ഉപകാരപ്പെടാതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ പല എപ്പിസോഡുകളിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കെട്ടിടങ്ങൾ കുറച്ചെണ്ണം ഞാൻ ഏതായാലും ഇപ്പോൾ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ബ്ലോക്ക് 13 അല്ലേ? ഇത് ബ്ലോക്ക് 12 കമ്മ്യൂണിറ്റി ഹാളാട്ടോ. ഇതുപോലെ നിരവധി കെട്ടിടങ്ങൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 7ാം ബ്ലോക്കാട്ടോ. 7ാം ബ്ലോക്കിൽ ഇത് ഡോർമെട്രി ആണ്. അതുപോലെ തന്നെ ഇത് കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ വെറുതെ ഇട്ടേക്കുവാണ് കേട്ടോ. ഈ കാണുന്നത് 7ാം ബ്ലോക്കിലെ ഒരു പാൽ സൊസൈറ്റിയാണ് കേട്ടോ. ഒരു പാൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണിത്. നമുക്ക് ഈ കേരളത്തിലെവിടെയും ഇത്രയും വലിയൊരു പാൽ സൊസൈറ്റി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പാൽ സൊസൈറ്റി ഉണ്ട്, നല്ല ഒന്നാന്തരം കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാട് പിടിച്ച് കിടക്കാണ് കേട്ടോ. ഇത് ബ്ലോക്ക് 9 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ. ഇതൊക്കെ റോഡ് സൈഡിൽ തന്നെയുള്ള ബിൽഡിങ്ങുകളാണ്, പക്ഷേ ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെ ചുമ്മാ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ തൊട്ട് പുറകെ കാണുന്ന ഈ കെട്ടിടം ഒരു LP സ്കൂളാണ്. നമ്മളിപ്പോൾ കാണുന്ന ഇവിടുത്തെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ബിൽഡിങ്ങാണ് ഇത്. വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുമായിരുന്നു, ഇപ്പോഴാണ് ഇത് തുറന്നത്.
ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ആർല ഫാമിൽ ഇങ്ങനെ ഉള്ള കെട്ടിടങ്ങളാണ്. ഒരു ഉപകാരമില്ലാതെ മനുഷ്യർക്ക് ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ഒരു 26 കെട്ടിടങ്ങളെങ്കിലും ഉണ്ട് ഈ ഒരു പ്രദേശത്ത് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ചിലപ്പോൾ കണക്ക് തെറ്റാൻ സാധ്യതയുണ്ട്, എന്നാലും ഏതായാലും അപ്രോക്സിമേറ്റ്ലി അത്രയും തന്നെയുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു വൺ ഓഫ് ദ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുമാത്രമല്ല അവരുടെ ടാസ്കുകൾ വളരെ വലിയ ടാസ്കുകളാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് അതിൻ്റെ പ്രവർത്തകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് അതിൻ്റെ പ്രവർത്തന രീതിയെന്നും എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഏതായാലും ഞാൻ പറഞ്ഞ ആ ടാസ്ക് ഫോഴ്സിൻ്റെ ഈ ആറളം ഭാഗത്തെ മൊത്തത്തിലുള്ള ഇതെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ചേട്ടൻ ഇവിടെയുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബാലൻ PC. ഓക്കെ ചേട്ടാ, എന്താണ് ഈ ടാസ്ക് ഫോഴ്സ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? അതായത് പിന്നെ നമ്മുടെ ആറളം റീസെറ്റിൽമെൻറ്റ് ഏരിയയിൽ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വിഷയമാണ് പിന്നെ കാട്ടാന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ പിന്നെ ഹൈക്കോടതിയായിട്ട് ഇവിടുത്തെ വിഷയങ്ങൾക്കൊരു പിന്നെ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ച കോടതി പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ പിന്നെ ഒരു പിന്നെ ടാസ്ക് ഫോഴ്സ് എന്ന ഒരു സേനയാക്ക്, എന്നിട്ട് അവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കും. അങ്ങനെയാണ് ഈ ഒരു ലേബലിലേക്ക് എത്തിയത്. അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി തന്നെ നിയമിച്ചിരിക്കുന്ന ഹൈക്കോടതിൻ്റെ ഒരു പ്രതിനിധികളായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഈ ഒരു വിഷയത്തിൽ ആനേൻ്റെ ഒരു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഫീൽഡ് തലത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ മേഖലയിൽ പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒത്തിരി വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഓരോ ഘട്ടഘട്ടമായിട്ട് നമുക്ക് പിന്നെ പെട്ടെന്നൊന്നും പരിഹരിച്ച് പോകാൻ പറ്റില്ല. ഇതിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ നടത്താൻ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഇതിനോട് സഹകരിച്ചിട്ട് പോകണം. എന്നാലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇത് കുറേ മനുഷ്യരുടെ പ്രശ്നം. അതെ 3500ഓളം കുടുംബങ്ങളുടെ ഒരു വിഷയമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആറളം മൊത്തത്തിലുള്ള സെറ്റിൽമെൻറ്റ് ഏരിയയിൽ 3500 കുടുംബം ഉള്ളതിൽ എത്ര പേര് ഇനി ഇവിടെ ഇപ്പോൾ താമസക്കാരായിട്ടുണ്ട്? ഏകദേശം ഒരു 2000 കുടുംബങ്ങളോട് 2000 വെച്ചിട്ടുണ്ട്. ബാക്കി 1500 കുടുംബങ്ങളിൽ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, പുറത്ത് പോയിരിക്കുന്നത്. ഇത്രയും പേരും പോയി. അതായത് ഈ ആനപ്രശ്നം തന്നെയാണ്. അതുപോലെ രൂക്ഷമാണല്ലോ. അതെ അതെ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞ രീതിയിൽ ഇതിപ്പോൾ രൂപീകരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസം. ഈ 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ നിങ്ങൾ നടത്തിയ ഒരു പ്രവർത്തനം എന്താ? ആദ്യത്തെ പ്രവർത്തനം തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ കുറേ ആൾക്കാർ വീടില്ലാണ്ട് പിന്നെ ഷെഡിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. ആ ഷെഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ മേഖലയിൽ പൊതു കെട്ടിടങ്ങൾ TRDമിൻ്റെ കീഴിലുള്ള പൊതു കെട്ടിടങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്നെ പ്രവർത്തനമാണ് മുന്നോട്ട് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലാണ് നമ്മുടെ ഇവിടെ ഒത്തിരി കെട്ടിടങ്ങൾ പണി കഴിഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ MRS പിന്നെ ഇപ്പോൾ തുറന്നു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഉടനെ തന്നെ തുടങ്ങും. പിന്നെ ബ്ലോക്ക് 10 ഒരു അംഗൻവാടി MRSൻ്റെ തുറന്നു കൊടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം പിന്നെ ഓണം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 10 ഒരു കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ പിന്നെ പഠനത്തിന് വേണ്ടിയിട്ട്. ഇത് കമ്മ്യൂണിറ്റി ഹാളാണ്. അത് അപ്പുറത്തുള്ള അത് മറ്റേ LP സ്കൂൾ. അതിൻ്റെ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇല്ല, ഇത് വേറെന്തോ ആവശ്യത്തിനിട്ടതാണ് മറ്റേ. പക്ഷേ ചുമ്മാ ഇങ്ങനെ കിടക്കുക അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ വെള്ളം കയറി ഇപ്പോൾ മഴയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതെ, ഇപ്പോൾ 2 ദിവസമായിട്ട് വളരെ ശക്തമായിട്ടുള്ള കാറ്റും മഴയായിട്ട് പിന്നെ വിയറ്റ്നാം പരിപ്പത്തോട് പൊട്ടിച്ചപ്പാറ ആ ഭാഗത്തു നിന്ന് കാട്ടിൽ നിന്ന് ഉരുൾപൊട്ടിയിട്ട് നമ്മുടെ ഈ കക്കുവ പുഴ വളരെ മറ്റേ കരകവിഞ്ഞൊഴുകി വെള്ളം കയറി നമ്മുടെ ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്തേക്ക് വെള്ളം കയറി. അവരെ ഇന്നലെ രാത്രി മുതൽ
പിന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു ഇതിലേക്കാണ് പിന്നെ നമ്മുടെ ഈ ഒരു സേന പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ തുറപ്പിച്ചതൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഓഹോ. ഇത് എത്ര നാളായിട്ട് ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന്? ഏകദേശം ഒരു 5 വർഷമായി. 5 വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. ഇത്ര നല്ല കെട്ടിടങ്ങളല്ലേ? ഇതുപോലത്തെ ഉള്ള കെട്ടിടങ്ങൾ നമുക്ക് എവിടെ നോക്കിയാലും കാണട്ടെ. ഞാൻ അങ്ങനത്തെ കുറച്ച് കെട്ടിടങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഏതാ ബ്ലോക്ക്? ഇത് ബ്ലോക്ക് 13 അല്ലേ? 13 ഒരു കമ്മ്യൂണിറ്റി ഹാൾ, ഒരു LP സ്കൂൾ അല്ലേ? അതെ. പിന്നെ ഈ ഒരു കെട്ടിടം, ഈ ഇങ്ങനെ 3 വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഈ RRT ഓഫീസും ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലേ? അതെ, RRT ഓഫീസിലാണ് ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലേ? ഇതിന് മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ക്യാമ്പ് ഒക്കെ ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ടോ? ഇവിടെ നടത്തിയിരുന്നു. അത് നമ്മുടെ TRDമിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വില്ലേജിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം മറ്റ് കെട്ടിടങ്ങളും കൂടെ തുറന്നു കൊടുക്കുന്നത്. പേരെങ്ങനെയാണ്? ശ്രുതി. ടാസ്ക് ഫോഴ്സിലെ മെമ്പറാണല്ലേ? അതെ അതെ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ? നമ്മളിവിടെ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ ആദ്യം ഒരു 5 അംഗ കമ്മിറ്റിയെ നിയമിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ബ്ലോക്കുകളിലും നമ്മൾ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ എല്ലാവരുടെ ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചൊരു 131ഓളം നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അത് ഇപ്പം നമ്മുടെ വക്കീല് അങ്ങനെ ജഡ്ജിയിലേക്ക് മാറി. 10 പറയാമോ? മെയിനായിട്ട് ആനമതിൽ പണി വേഗം തന്നെ പൂർത്തീകരിക്കാൻ, പിന്നെ അതായത് ഒരുപാട് ആർല ഫാമിൽ ഒരുപാട് ബിൽഡിംഗ് പണിതിട്ടിട്ടുണ്ട് ഒരാവശ്യമില്ലാതെ. ആ ബിൽഡിംഗ് ഒക്കെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനാണ് അത്. പിന്നെ ഫെൻസ്, അതായത് മതിലില്ലാത്ത സ്ഥലങ്ങളിൽ ഫെൻസിങ് പണിയാന്, പിന്നെ അതായത് കുറെ ഷെഡുകളിലൊക്കെ താമസിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്, അവരെ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കുക, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇപ്പൊ നടപ്പായി തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പം MRS 9ാം ബ്ലോക്കിലെ MRS ഇപ്പം നമ്മുടെ 7ാം ബ്ലോക്കിലെ MRS ഇപ്പം തുറന്ന് പ്രവർത്തിക്കാനുള്ള മോഡൽ റെസിഡൻഷ്യൽ അത് പ്രവർത്തിക്കാനുള്ള നടപടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് വയനാട് തിരുനെല്ലിയിലുള്ള ഹോസ്റ്റലിനെ നേരെ ഇങ്ങോട്ടേക്ക് മാറ്റാനാണ്. ആ കെട്ടിടമൊക്കെ പണിത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായതല്ലേ? ഈ കെട്ടിടങ്ങളെല്ലാം ഇതിപ്പം ക്വാർട്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. എന്തിനുള്ള ക്വാർട്ടേഴ്സാണ്, ആർക്ക് താമസിക്കാനുള്ളതെന്ന് നമുക്ക് ഇതുവരെ ഇതില്ല. അതിന്റെ ബാക്കിൽ കാണുന്ന സപ്ലൈകോയ്ക്കാണ്. അതിന്റെ ബാക്കിലുള്ളത് കമ്മ്യൂണിറ്റി ഹാളാണ്. ഓരോ ബ്ലോക്കിലും ഇതുപോലെ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട്. ഓരോ ബ്ലോക്കിലുണ്ട് കമ്മ്യൂണിറ്റി ഹാൾ. ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതിന്റെ കുറച്ച് അപ്പുറത്തേക്ക് ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറിയിട്ട് ഒരു LP സ്കൂളുണ്ട്. പിന്നെ ഒരു 6 വർഷത്തിന് മേളിലായി വയോജന മന്ദിരം. അതിൽ ഇതുവരെയായിട്ട് കറണ്ടോ കാര്യങ്ങളോ ഇതുവരെ ഇല്ല. നമ്മുടെ കുട്ടികളിപ്പം ഈ വയോജന മന്ദിരത്തിലാണ് ബ്രിഡ്ജ് കോഴ്സിന്റെയും BRCന്റെ ഒക്കെ ട്യൂഷനൊക്കെ ഇവിടെ വെച്ച് എടുക്കുന്നു. വേറെ ഒരു ബിൽഡിംഗും ഇപ്പൊ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതായത് ഇപ്പൊ ടാസ്ക് ഫോഴ്സ് വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒത്തിരി നമ്മൾ എന്താ പറയണ്ടേ, ഇത് കള്ളത്തരങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു. നമ്മുടെ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളെല്ലാവരും എല്ലാ ബ്ലോക്കിലുള്ളവരും സജീവമായിട്ട് പ്രവർത്തിച്ചിട്ട് ഒത്തിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ബ്ലോക്കിലും കൂടുതൽ ചെറുപ്പക്കാരും വരുന്നുണ്ടല്ലോ. ഒത്തിരി ആൾക്കാർ ഇന്നിപ്പോ എന്നോട് ഇവിടെ വന്നപ്പോ എന്നോട് 1-2 പേര് ചോദിച്ചു, ടാസ്ക് ഫോഴ്സിന്റെ ഗ്രൂപ്പ് ബ്ലോക്ക് തന്നെ ഒരു ഇത് മീറ്റിംഗ് വിളിക്കുക, ഞങ്ങളും ഉണ്ട് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ ബ്ലോക്കിലേക്കും വിളിക്കേണ്ടത് ഉണ്ട്. എല്ലാ ബ്ലോക്കിലും ഒരു 5 അംഗ കമ്മിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് രൂപീകരിക്കാം. എന്നിട്ട് കമ്മിറ്റി കൂടില്ല, ഇതാ ഈ ആനമതിലിന്റെ ലെവലൊന്ന് നോക്കിയേ. ഒന്ന് താഴെ പണിതിട്ടുണ്ട്, അതാണ് ലെവല്. ഇത് കണ്ടോ? ബാക്കി 2 പൊക്കത്ത്. ഇതാ ആ ഭാഗം തകർന്നു. ഇനി ഈ ഒരു ഇതും കൂടെ തകർന്നാൽ 55 ആനപ്രദേശമായി. സാറേ ഇത് കണ്ടോ? ഇതിന്റെ ഉള്ളൊക്കെ ആ ചെട്ട് ബെൽറ്റൊന്നും ഇല്ലാണ്ട് ഇടിഞ്ഞ് തകർന്ന് കിടക്കുവാണ് ഇപ്പൊ ഇവിടെ. ഇന്നലത്തെ ആ മഴയത്ത് ഇത് കണ്ടോ? ആ സൈഡും പോയി. ഇത് സപ്ലൈകോ ഓഫീസറല്ലേ? ഇവിടെയൊക്കെ ആളുകളായിട്ടോ. ഇതൊക്കെ തുറന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എന്റെ പേര് സുഗു.
ഞാൻ 9-ലാണ് താമസം. അല്ലേ? അപ്പോൾ ഇതുപോലെ ചേട്ടൻ ഈ മറ്റേ ടാസ്ക് ഫോഴ്സിലുള്ള ആളല്ലേ? ഞാൻ ടാസ്ക് ഫോഴ്സ് അംഗമാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ടാസ്ക് ഫോഴ്സിൽ കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങളൊക്കെ? നമ്മൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആന തന്നെയാണ്. 2006-ലാണ് ഇവിടെ ആർലം ഫാം സ്ഥലം കൊടുക്കാൻ ആദിവാസികൾക്ക്. ഭൂരഹിതരായ കണ്ണൂർ ജില്ലയിലെ വയനാട്ടിലെ ജില്ലയിലെ ആളുകൾക്ക് ആദിവാസികൾക്ക് ഓരോ ഏക്കർ ഭൂമി വീതം കൊടുക്കണം എന്നുള്ള കരാറിലാണ് ഇത് 2006 സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഘട്ടം ഘട്ടമായിട്ട് 3500 ഏക്കറോളം ഭൂമിയുടെ കൊടുത്തു. എന്നാൽ ഇവിടെ താമസിക്കുന്ന കുറച്ച് ആളുകൾ 1500-1300 ആൾക്കാർ അടുത്ത കുടുംബക്കാരെ താമസിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആനശല്യം ഉള്ളത് കൊണ്ട് സ്വയം ജീവനെ പേടിച്ചിട്ട് പോയതാണ്. അല്ലെങ്കിൽ ഭൂമി വേണ്ടാന്ന് വെച്ചിട്ട് പോയതല്ല, ജീവനെ പേടിച്ചിട്ട് പോയതാണ്. അവർക്ക് ഭൂമി വേണം, കൃഷി ചെയ്യുന്ന സ്ഥലം വേണം. ഞങ്ങൾക്ക് 2006 മുതൽ ഞാനിവിടെ താമസിക്കുന്നത്. 6 മുതൽ താമസിക്കുന്നതാണ്. 19 വർഷത്തോളമായി. ഇതിപ്പം നമ്മൾ തിരിച്ചു പോകാൻ ഇടമില്ലാത്ത കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സഹോദരന്മാർ എത്രയോ 10-16 സഹോദരന്മാരെ ഇവിടെ മരണപ്പെട്ടത് അത് ഈ ആന ആക്രമണം മൂലം. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അതെ കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. ഒരു തെങ്ങാണെങ്കിൽ കവുങ്ങാണെങ്കിൽ വാഴയാണെങ്കിൽ ചേമ്പാണെങ്കിൽ ഒന്നും പറ്റില്ല. നമുക്ക് ഇവിടുത്തെ ഉള്ള അവസ്ഥ നമുക്ക് കൃഷി ഇറക്കാൻ പറ്റും. പക്ഷേ മുതലുകൾ കൃഷി നമുക്ക് എടുക്കാൻ പറ്റില്ല, വിളവെടുക്കാൻ പറ്റില്ല. വിളവെടുക്കുന്ന കാട്ടുമൃഗങ്ങളാണ്. അപ്പം നമ്മൾ ഇത് ഒരേക്കർ ഭൂമിൻ്റെ ഉടമസ്ഥന്മാരായതേ ഉള്ളൂ. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഭൂമിയാണ് നമുക്ക് കിട്ടിയത്. അതെ, ഒരേക്കർ ഭൂമി. അത് നമുക്കൊരു നല്ല മണ്ണാണ്, കൃഷിക്ക് പറ്റിയ മണ്ണാണ്. 1 സെന്റ് ഭൂമി പോലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള നമുക്കാണ് ഒരേക്കർ ഭൂമി കിട്ടിയത്. അപ്പോൾ നമ്മൾ സന്തോഷിച്ചാണ്. പക്ഷെങ്കിൽ ഇത് ആ സന്തോഷം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം ഈ ആനശല്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആനമതിൽ വരുന്നുണ്ട്. ആനമതിൽ പലവട്ടം വന്നു പോയതാണ്. പിന്നെ ഇങ്ങനെ നീണ്ടു എന്തൊക്കെ കാരണം കൊണ്ട് നീണ്ടു പോകുന്നുണ്ട്. ഇപ്പം ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുകളും ഇത് ഒക്കെ പ്രവർത്തനം ശക്തമായതുകൊണ്ട് നമ്മളെ ശക്തമായിട്ടൊരു മതിലിൻ്റെ പണികൾ ഇനി വരുന്നുണ്ട്. ഒന്ന് അടുത്ത അത് കരാർ ഇപ്പം നിലവിലൊരു 3-3.5-4 കിലോമീറ്റർ എടുത്തേ ഉള്ളൂ. 2 ഭാഗത്തും കൂടി, 2 സൈഡും കൂടി. ബാക്കി നടുഭാഗം പണിയെടുക്കാണ്ട് 10 കിലോമീറ്റർ ടോട്ടലുണ്ട്. അപ്പോൾ അതെടുത്ത് അത് ഇനിയിപ്പം അടുത്ത നിർത്തിപ്പോയെന്ന് വെച്ചാൽ പൈസ കിട്ടില്ല. അദ്ദേഹം പറയുന്നത് പൈസ കിട്ടില്ല, ഗവൺമെന്റ് പൈസ കിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ചെയ്ത പണികളൊക്കെ നമ്മൾ പോയി കണ്ട് കുറേയൊക്കെ ഫാൾട്ട് സംഭവിച്ചത് അദ്ദേഹത്തിന്. 55 ഭാഗത്തൊക്കെ മതിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇടിയാൻ പോയിട്ടുണ്ട്. മതിലിന്റെ മേലെ വേറെ മൺമതിലിന്റെ മേലെ അവർ അത് കെട്ടിയിട്ട് അതൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അന്ന് അദ്ദേഹം കഴിഞ്ഞ കോൺട്രാക്ടർ ചെയ്ത പണിയാണ്. അപ്പൊ ഇനി പുതിയ കോൺട്രാക്ടർമാർ വരുമ്പോൾ അതൊക്കെ അവർ നല്ല വിലപത്തായി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമായും. അപ്പോൾ ആന ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് തൊഴിലുകളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ പണികളുണ്ട്. എല്ലാം ഒരു കുടുംബത്തിന് ഒരാൾക്ക് തൊഴിലെന്നുള്ള വ്യവസ്ഥയിലാണ് AK ആന്റണി സാറ് നമുക്ക് തന്ന സ്ഥലമാണിത്. അപ്പോൾ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഈ ആർല ഫാമിൽ 4.5 ഏക്കറും കൃഷി ഭൂമിയായിട്ട് ബാക്കിയുണ്ട്. അവിടെ അവിടെ ഒരാൾക്ക് ഒരു തൊഴിലെന്നുള്ള രീതിയിലാണ് ഒരു കുടുംബത്തിൽ ഒരാൾക്ക്. പക്ഷെ അതും ഇതുവരെയും പൂർണ്ണമായിട്ട് തൊഴിലില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ജീവിതം ഭയങ്കരമാണ്. അവരുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് ഭയങ്കര ദുസ്സഹകരമാണ്. അവർക്കൊന്നും കുടയില്ല, ബാഗില്ല. കുറേ പേര് പോകുന്നുണ്ട്, കുറേ പേര് പോകുന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോകാത്ത ബുദ്ധിമുട്ടുണ്ട് എല്ലാ ബ്ലോക്കിലും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പോകാത്തത് അവരുടെ പാരൻസ്, അവരുടെ രക്ഷകർത്താക്കൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടെങ്കിൽ അവർ കുട്ടികൾ പോകും. എന്നുവെച്ചാൽ കുട്ടികൾക്ക് അറിയില്ല, കളിച്ചിരിച്ച് നടക്കുന്ന കുട്ടികൾക്ക് അറിയില്ല എങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് മേന്മ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പം പാരൻസ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായിരിക്കും, അവരത് മനസ്സിലാക്കും. ഇപ്പം തന്നെ ഒരു ക്യാമ്പ്, ബോധവൽക്കരണ ക്യാമ്പുകളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും 2 പേർക്കും വെക്കണം. ഒരാൾക്ക് മാത്രം വെച്ചാൽ പോരാ, അച്ഛനും അമ്മയ്ക്കും വെക്കണം. ഒരു ക്യാമ്പിൽ അവരെ വിളിച്ചു കൂട്ടി അവർക്കൊരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാണെങ്കിൽ അവരുടെ മക്കളെ ആ രീതിയിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ബോധവൽക്കരണ ക്ലാസ് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ആരും വരണ്ട. അപ്പോൾ ഇവിടുത്തെ ആർല ഫാമിൽ തന്നെ ഇഷ്ടംപോലെ ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ട്. അവരെ തന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് ഈ കുട്ടികളോട് പാരൻസിനോട് സംസാരിക്കുമ്പോഴും കൂടെയുള്ള കുട്ടി ഇത് കേൾക്കുമ്പോൾ അവർ പഠിപ്പിക്കാൻ വിടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആർല ഫാം മാറ്റിയെടുക്കാൻ പറ്റും. കുട്ടികൾ ഇപ്പം വരുന്ന കുട്ടികളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ വന്നാൽ ആർല ഫാം മാറാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വരുന്ന തലമുറയെങ്കിലും പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടണം. ജോലി ഇല്ലെങ്കിലും നമുക്ക് മാന്യമായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാനുള്ള ഇതെങ്കിലും നമുക്ക് കിട്ടും. ജോലി എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, സ്വയം തൊഴിലെങ്കിലും നമ്മൾ ചെയ്ത് ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് ഇത് വരണം, മാറ്റം വരണമെങ്കിൽ നമ്മൾ അടിത്തട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അച്ഛനും അമ്മയ്ക്കും ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്ത് കുട്ടികളെ അതിലേക്ക് പ്രാപ്തരാക്കുക.
ഇപ്പോൾ ഈ ടാസ്ക് ഫോഴ്സ് തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് 1.5 മാസമായല്ലോ. അതെ അതെ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇപ്പോൾ ഒന്ന് പറയാനുള്ളത് എന്താ? നമുക്കത് ഇതിന് പലവട്ടം പല വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ആർല ഫാമിൽ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് ടാസ്ക് ഫോഴ്സിൻ്റെ അദ്ദേഹം അത് സുൽത്താൻ ബത്തേരിലൊരു പോൾ മാത്യു എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹം മുൻകൈയെടുത്ത് സ്വന്തം ഒരു ബെനഫിറ്റ് പോലും ആഗ്രഹിക്കാണ്ട് നമ്മുടെ ഈ ആർല ഫാമിൽ താമസിക്കുന്ന ആദിവാസികളിലെ ഏറ്റവും ദുരിതപൂർണ്ണമായ ജീവിതം അത് കണ്ട് മനസ്സിലാക്കി അദ്ദേഹം അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണം. ഈ ആന ശല്യം എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആന കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധിമുട്ട് ഉണ്ടാകും, കുറയും. ആന ഇറക്കം കുറഞ്ഞാൽ ശല്യങ്ങൾ കുറഞ്ഞാൽ അവർ കൃഷി ചെയ്ത് ജീവിച്ചോളും. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ആനമതിൽ നിന്ന് മാത്രം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇനിയെങ്കിലും വരുന്ന മതിലുകൾ പൂർണ്ണമായിട്ടും ശാശ്വതമായിട്ടും നല്ല ബലവത്തായുള്ള മതിലായിരിക്കണം, തലമുറയായിട്ട് നിലനിൽക്കുന്ന ഇതാണ് ആനമതിലാണ്. അതുകൊണ്ട് ആരെങ്കിലും ചെറിയ രീതിയിൽ ചെയ്തു പോകുന്നതല്ല, നല്ല രീതിയിൽ തന്നെ മതിൽ പണിത് പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിക്കാൻ പറ്റിയ അവസരങ്ങൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇതുപോലെ പ്രവർത്തനങ്ങളും നല്ല ആളുകളും വരുവാണെങ്കിൽ ഞങ്ങളുടെ ആർല ഫാം എത്രയും പെടുന്ന നന്നായി മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ടാസ്ക് ഫോഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒത്തിരി മാറ്റങ്ങൾ. ഇത് മാത്രമല്ല, നമ്മൾ ആനമതിൽ മാത്രമല്ല സാർ, അതായത് കുറേ കാരണങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആദിവാസി വിഭാഗത്തിലുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഒരു കുട്ടിക്ക് ഒരു സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല, എന്തുകൊണ്ട് പോകുന്നില്ല? ആ കുട്ടിക്ക് ബാഗില്ലാത്തയാണോ കുടയില്ലാത്തയാണോ? അത് അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങൾക്ക് നമുക്കൊരു 10 രൂപ വീതം പിരിവെടുത്ത്, നമ്മളൊക്കെ കൂലിപ്പണിക്കാരാണ്, അന്നന്ന് പണി ജീവിക്കുന്നത്, നമുക്കൊരു 10 രൂപ എടുത്തിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. ഈ ടാസ്ക് ഫോഴ്സിലുള്ള ആളുകളെല്ലാം നിങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾ, ഈ ആർല ഫാമിലുള്ളത്, ആർല ഫാമിൽ 6 ബ്ലോക്കാണ്. ഈ 6 ബ്ലോക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പൊ 5 അംഗങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇത് വരണം എന്ന് വെച്ചാൽ ആളുകൾ മുമ്പിലേക്ക് വന്നാൽ നമുക്ക് ഇതിന് മാറ്റം വരാൻ പറ്റും. ഇപ്പം തന്നെ നമ്മൾ എന്നുവെച്ചാൽ ഒന്നുമില്ലാത്ത, അതായത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഈ ഇവിടുത്തെ നിങ്ങളുടെ തന്നെ സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റും. ശരിക്കും പറ്റും. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഓരോ ബ്ലോക്കിൽ നിന്നും ഒരു 10 പേരുണ്ടെങ്കിൽ 6 ബ്ലോക്കുമ്പോൾ 60 പേരുണ്ടെങ്കിൽ 60 പേര് സംഘടന ഒരു ശക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു, പല പ്രവർത്തനം മുമ്പോട്ട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നടപ്പിലായി വരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള എല്ലാ പ്രവർത്തനവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടുകളും, പോൾ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും നമുക്ക് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇറങ്ങുവാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങുവാണ്. ഇതിനു മുമ്പേ പല രാഷ്ട്രീയക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, പലരും നമ്മളെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ കോടതി നേരിട്ട് ജഡ്ജിമാർ വന്നല്ലോ, അതെ, ഡിവിഷൻ ബെഞ്ച്, അതെ വന്നു. അവർ വന്നിട്ട് നിങ്ങൾ അവരുടെ കൂടെ പോയായിരുന്നു? ഇല്ല, എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ വർക്കും കാര്യങ്ങളായതുകൊണ്ട്, കൂലിപ്പണിക്ക് പോയതുകൊണ്ട് എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അതെ, എത്തിപ്പെടാൻ പറ്റില്ല. നിങ്ങൾ പോയി? അതെ കണ്ടു, ഞാൻ എല്ലാം മനസ്സിലാക്കി. സ്ഥലങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതെ എല്ലാം കണ്ടു മനസ്സിലാക്കി. അവരെല്ലാം നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടല്ലേ? അതെ അത് കണ്ട് അവരെ അങ്ങനെ ഇതുവരെയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഇതിനു മുന്നേ ഇതിനു മുമ്പ് എൻ്റെ അറിവിൽ കേരളത്തിൽ അങ്ങനെ ആദ്യമായിട്ടാണ് സംഭവം. അതായത് നമ്മുടെ ഒരു പൊതു ഹർജി കൊടുത്താൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആ ബെഞ്ചിൻ്റെ ജഡ്ജിമാർ തന്നെ നേരിട്ട് വന്ന് പ്രശ്നം നേരിൽ കണ്ട് അതിനൊരു പരിഹരിക്കാനുള്ള ഇതിനു വേണ്ടി ബോധ്യപ്പെടാൻ വേണ്ടി അവർ വന്ന് ആദ്യമായിട്ടാണ്, എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. അതെ, അത് ഞങ്ങളുടെ ഒരു വിജയം തന്നെയാണ്. ഞങ്ങൾ ഇതിനോട് മുൻകൈ എടുത്ത് ഇറങ്ങിയത് കൊണ്ട്, പോൾ സാർ അതിനോട് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സാധിക്കാൻ പറ്റി. അത് നല്ലൊരു കാര്യമാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി വരട്ടെ. ഒരു 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ വരട്ടെ. പഴയ പേരൊക്കെ മാറട്ടെ. ഇവിടെ ആന ഫാം എന്നുള്ള ആ പേരൊക്കെ മാറ്റി അതെല്ലാം മാറട്ടെ. പഴയ പേരിലേക്ക് ആർലം ഫാം തന്നെ പേര് തിരിച്ചു കിട്ടട്ടെ. അതെ ഓക്കെ, താങ്ക് യു സാർ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജഡ്ജിമാർ അവർ 2 പേര് ഈ ഒരു ആർലം ഫാം ഇതിനെക്കുറിച്ച്, ഈ ഒരു ഹർജിയെക്കുറിച്ച് അവർ നേരിട്ട് പഠിക്കാനായിട്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനായിട്ട് അവർ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽ നമുക്ക് കിട്ടിയില്ല. ആ ഒരു വിഷ്വൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അവിടെ
ഇതൊരു ട്രെഞ്ചാണ്. ആ ട്രെഞ്ച് നോർമലി മണ്ണിടിക്കും. പക്ഷേ ആ ട്രെഞ്ചിൽ നിന്ന് വെറും 5 അടി മാത്രമാണ് ആ പില്ലർ സാധിക്കുന്നത്. അപ്പോൾ ഓവർ ദ ടൈം ആ ട്രെഞ്ചിൽ മണ്ണ് ഇപ്പം തന്നെ ഇടിയുന്നുണ്ട്. സപ്പോർട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ജഡ്ജിമാർ നേരിട്ട് ഇവിടെ വന്നിരിക്കണം. അതായത് ഹൈക്കോടതി ജഡ്ജിമാർ നേരിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവരുടെ പ്രശ്നം പഠിക്കാനായിട്ട് വന്നിരിക്കണം. അപ്പോൾ അത് ഇവരിപ്പോൾ ഈ നടത്തുന്ന ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല എന്ന് തന്നെയാണ് ആ ചേട്ടനൊക്കെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടൊക്കെ അവർ നേരിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ശുഭ സൂചനയുടെ ഒരു ലക്ഷണമാണ് ഇതെല്ലാം. കാരണം ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണല്ലോ. അപ്പോൾ അതുപോലെ എന്തൊരു ലക്ഷ്യത്തിലേക്കും ഒത്തുപിടിച്ചാൽ, ഇവരെല്ലാവരും കൂടെ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തിനാണ് അവർ പോകുന്നത്. പല കാലഘട്ടങ്ങളിലും പല വാഗ്ദാന പെരുമഴകളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ മുമ്പിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവർ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളതൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞു. കാരണം ഇത്രയും കാലം വാഗ്ദാനങ്ങൾ മാത്രം കേട്ട് വളർന്ന ആളുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഏതായാലും അവരുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ മികവ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി നാളായിട്ട് പ്രവർത്തിക്കാതിരുന്ന ആ ഒരു കെട്ടിടം, മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, ആ ഒരു സ്കൂളിൻ്റെ കെട്ടിടം എന്ത് വലിയൊരു കെട്ടിടമാണ്. നിങ്ങൾ കണ്ടാണല്ലോ, ഇത്രയും വലിയൊരു കെട്ടിടം ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കെട്ടിടത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പോലും ഈ ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ കാരണമായിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ അടഞ്ഞു കിടക്കുന്ന പല കെട്ടിടങ്ങളും നമ്മളിപ്പോൾ കണ്ടു. ഈ കെട്ടിടങ്ങളെല്ലാം തുറക്കും. ഇവിടെയുള്ള പല പ്രവർത്തനങ്ങളും, ആനമതിലിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വിശ്വാസം. അതുപോലെ തന്നെ എനിക്കും ഇതൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ വിശ്വാസം വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങളുടെ മികവൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.